നിങ്ങൾ ഈ സ്ഥാവര ജംഗമ വസ്തുക്കളെക്കുറിച്ച് അതിൻ്റെ വരവിനെയും പോക്കിനെയും കുറിച്ചാണ് കൂടുതൽ ഉടമ്പടിയിൽ കെട്ടുപിടഞ്ഞിരിക്കുന്നത്. പക്ഷേ എന്താ ഇതിൻ്റെ ഒറിജിനൽ ഗിഫ്റ്റ് എന്ന് പറയുന്നത്? പ്രസൻസാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ഈ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ബാഹ്യമായ അടയാളങ്ങളെക്കുറിച്ചാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. എന്താണ്? നമുക്കൊരു ആന്തരികമായ ധൈര്യം തോന്നും. അതെന്താണ്? അത് ജോഷുവ 1:9 അനുസരിച്ചുകൊണ്ടാണ്. ജോഷുവ 1:9 അനുസരിച്ചുകൊണ്ടാണ് ആ ധൈര്യം തോന്നണത്. അപ്പം നിങ്ങൾക്കൊരു ധൈര്യം തോന്നി. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അടൂരെന്ന് റോയി, സുധ, അങ്ങനെ ഒരു ദമ്പതികളുടെ നമ്മുടെ യൂട്യൂബിലുണ്ട് ആ സാക്ഷ്യം. ഞാൻ റോയിയുടെ സുധയുടെയും സാക്ഷ്യങ്ങളെ അനലൈസ് ചെയ്ത് നോക്കിയായിരുന്നു. റോയിയുടെ വിഷയം നോക്കണം. അവർ 6 കൊല്ലമായിട്ട് അവർക്ക് മക്കളില്ല. അപ്പം 6 കൊല്ലമായിട്ട് മക്കളില്ല എന്നുണ്ടെങ്കിൽ ഉടമ്പടിയുടെ പെർസ്പെക്റ്റീവിലാണ് അവർ വരണത്. പിന്നീട് അത് പരിധിയിലായി. 5 കൊല്ലം കഴിഞ്ഞാൽ ഉടമ്പടിയുടെ പരിധിയിലാവും. 5 കൊല്ലമായിട്ട് മക്കളില്ല എന്നുണ്ടെങ്കിൽ 5ാമത്തെ കൊല്ലം നിങ്ങൾ ഉടമ്പടിയുടെ പരിധിയിലാവും. കാര്യം സാധാരണ മെഡിക്കേഷൻ കൊണ്ട് സാധിക്കത്തില്ലെന്ന് മനസ്സിലാവും. പിന്നെ ലക്ഷങ്ങൾ, ഇനി അത് നടക്കണമെങ്കിൽ തന്നെ പിന്നെ ലക്ഷങ്ങൾ ചിലവാകും. ഇപ്പം 5 കൊല്ലം കഴിഞ്ഞിട്ടും വൈദ്യശാസ്ത്രത്തിലൂടെ മക്കളെ കൊടുക്കുന്നുണ്ടല്ല. പക്ഷേ അതിൻ്റെ നിങ്ങൾ ചിലവ് ചോദിച്ചോ? അവരുടെ എന്ത് ചിലവായെന്ന് ചോദിച്ചാൽ ഒരു കൊച്ചിന് 10 കൊച്ചിൻ്റെ പൈസ ചിലവായിട്ടുണ്ട് അവർക്ക്. ബൈബിൾ കർത്താവ് കുഞ്ഞിനെ തരുമ്പോൾ ഈ ചിലവൊന്നും ഉണ്ടാകത്തില്ല. അതാണ് വ്യത്യാസം. അതാണ് വംശം പിറക്കും വാഗ്ദാന പ്രകാരം നമ്മൾ വ്യത്യാസം. അതാണ് ഇപ്പോൾ റോയി എന്താ പറയണത്? വി ഹാവ് ട്രൈഡ് ഓൾമോസ്റ്റ് ഓൾ ദി മെഡിക്കൽ ഓപ്ഷൻസ് എന്നാണ് പറഞ്ഞത്. അയാൾ എബ്രോഡല്ലായിരുന്നു, ഇവിടെ ഇല്ലായിരുന്നു. ഭാര്യയും ഭർത്താവും വിദേശത്തായിരുന്നു. അപ്പോൾ വിദേശത്ത് 6 കൊല്ലം ജീവിച്ചിട്ട് ഓൾമോസ്റ്റ് ഓൾ അവർക്ക് അവിടെ ലഭ്യമായിട്ടുള്ള മക്കളെ ജനിപ്പിക്കാൻ ആവശ്യമായ എല്ലാവിധ നിലവിലുള്ള സാങ്കേതിക വിദ്യകളെല്ലാം അവർ പണം മുടക്കി നടന്നേ അവസാനം പരാജയപ്പെട്ടു. അവർ നാട്ടിലേക്ക് പോരുകയാണ്. മക്കളില്ലാതെ വിദേശത്ത് നിന്നിട്ട് എന്നാ കാണിക്കാനാണെന്ന് വെച്ചുകൊണ്ട് അവർ നാട്ടിലോട്ട് പോരുകയാണ്. നാട്ടിലോട്ട് പോയി 2 പേരും കൂടി അങ്ങനെ നിരാശപ്പെട്ട് മദ്രാസിൽ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അടൂരുകാരാണ്. മദ്രാസിൽ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ചെന്നൈയിൽ അവരങ്ങനെ 2 പേരും ജോലി കണ്ടുപിടിച്ചു. അവർ എക്സ്പെർട്ടുകളാണ്. ജോലി കണ്ടുപിടിച്ചു. ജോലി കണ്ടുപിടിച്ചപ്പോൾ പെട്ടെന്ന് ഈ റോയിയുടെ സങ്കടങ്ങളൊക്കെ അയാളുടെ ഓണറിനോട് പറയും. ഇടയ്ക്ക് ഓണറിനോട് പറഞ്ഞ്, ഞാനിങ്ങനെ കുറച്ച് പ്രശ്നങ്ങളായിട്ട് അവിടെ നിന്ന് പോകുന്നത്, മക്കളില്ലാതെ അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ, ഞങ്ങൾ ട്രൈ ചെയ്യാനുള്ള എല്ലാ മെഡിക്കേഷൻ ചെയ്തു എന്നൊക്കെ പറയുമ്പോഴേ ഈ ഓണർ പറയുവേ, നിങ്ങൾ വന്ന് എൻ്റെ വൈഫ് മിനിയോടൊന്ന് സംസാരിക്കാൻ പറയും. വിറ്റാണ് ഭയങ്കര. അപ്പോൾ നിങ്ങൾ ഓർക്കരുത് മിനി ഗൈനക്കോളേജിൽ എക്സ്പെർട്ടാണെന്ന് വിചാരിക്കരുത്. മിനിയോട് സംസാരിക്കാൻ പറയും. രാവിലെ പുള്ളി വണ്ടി അയച്ചു കൊടുക്കും. എന്നിട്ട് റോയും സുധയും കൂടി വണ്ടിയെ കയറി ഓണറിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഓണറിൻ്റെ വൈഫ് മിനി ഇവരെ സ്വീകരിക്കും. എന്നിട്ട് ഇവരുടെ മിനി എന്താ പറയണത്? കൃപാസനം മാതാവിനെക്കുറിച്ചാണ് പറയണത്. അതാണ് വിഷയം. ആ സ്റ്റോറി പോണപ്പോക്ക് വളരെ ആ സ്റ്റോറിയുടെ സഞ്ചാരം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവർ നല്ല ശരിക്കും ഇൻവെസ്റ്റ്മെൻറ്റുള്ള ലേഡിയാണ്. ആരാണ്? ഈ ഓണറിൻ്റെ വൈഫ്. അവർ ചെന്ന് ഇടയ്ക്കൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ വന്ന് മാതാവിനെ കണ്ട് ലോക്യവും പറഞ്ഞ് കൂട്ടം കൂടി പ്രാർത്ഥിച്ചൊക്കെ പോണ ആളാണ്. അപ്പോൾ മാതാവിൻ്റെ എനിക്കവരാന്നും അറിയത്തില്ല. അവരിങ്ങനെ എന്തുമാത്രം അനോണിമസ് ആയിട്ടുള്ള മാതാവിൻ്റെ മക്കളുണ്ട്. അവർ അമ്മയുമായിട്ടുള്ള ട്രാഫിക്കാണ്. നമുക്കതിൻ്റെ പങ്കൊന്നുമില്ല. ഇങ്ങനെ ഓരോരുത്തരും ഓരോ അനുഭവങ്ങൾ പറയുമ്പോഴാണ് ഇങ്ങനെയുള്ള അനോണിമസ് ആയിട്ടുള്ള അജ്ഞാത ശിശുക്കളുണ്ടല്ലോ എന്ന് ഓർക്കണം മാതാവിന് പറയും. അതങ്ങനെ കുറേ അവർ പല ആൾക്കാരും മാതാവിൻ്റെ മുഖത്തോട് നോക്കിയിട്ട് പോകും. ചിലർ എൻ്റെ വർത്തമാനം പറഞ്ഞിട്ട് പോകും. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അപ്പം മിനി പറഞ്ഞ് കുഴപ്പമില്ല, നിങ്ങളൊരു ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ പറഞ്ഞ്. കാര്യം ഭയങ്കര കോവിഡാണ്, ഇതെല്ലാം ബ്ലോക്കാണ്, ഇങ്ങോട്ട് വരാനൊന്നും പറ്റത്തില്ല. അപ്പം മിനി അവരോട് പറഞ്ഞ് നിങ്ങളൊരു ഓൺലൈൻ ഉടമ്പടി എടുക്കാം. ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്ത കാലത്ത്, കോവിഡ് കാലത്ത് അമ്മ തന്നൊരു വരദാനമാണ് ഓൺലൈൻ ഉടമ്പടി. ഇപ്പോൾ അതുകൊണ്ട് രക്ഷപ്പെടണമൊക്കെ വിദേശ രാജ്യങ്ങളിലുള്ള ആൾക്കാരാണ്. ലൈറ്റൊക്കെ അതിൻ്റെ പ്രക്രിയസ്റ്റാണ് ആദ്യം തന്നത്. എന്ത് തൊട്ടാലും അമ്മ അതിന് ആൻസർ ചെയ്യും. അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ജപമാല അടിസ്ഥാനപ്പെട്ട് ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുകയല്ലേ. ഭയങ്കര ഡെപ്പോസിറ്റ് അതിന് ലൈറ്റൊക്കെ ക്യാൻഡലിനും അതുപോലെ. അതിപ്പോൾ ഞങ്ങൾ ഫോൺ എടുക്കുന്നത് കൂടിയില്ല. നിങ്ങൾ ചുമ്മാ അടിച്ചാൽ മതി. അമ്മയുടെ പേരിൽ
ഒരു മധ്യസ്ഥം അടിച്ചാൽ അതിന് അമ്മ ആൻസർ ചെയ്യും. കാര്യം 2003 ജപമാലകളെല്ലാം എത്രയോ കോടിക്കണക്കിന് ജപമാലകളല്ലേ ഇതിൻ്റെ ആസ്തിയായിട്ട് നിരതദ്രവ്യമായിട്ട് വെച്ചിരിക്കണത്. അതുകൊണ്ടാണ് അത് പെട്ടെന്ന് വർക്ക് ചെയ്യണ കാരണം. അപ്പോൾ എന്നോട് പലരും ചോദിച്ചു, അച്ഛാ ഉടമ്പടി ചെയ്ത് 2015 തൊട്ട് 19 വരെ ഉടമ്പടി ചെയ്തിട്ടുള്ള അതിൻ്റെ അനുഭവം കിട്ടിയ ആൾക്കാർ ഓൺലൈൻ ചെയ്തിട്ട് അവർ മൈൻഡ് ചെയ്യില്ല. പലരും താഴെ കമൻറ്റ് ചെയ്ത്, ഓൺലൈൻ ഉടമ്പടി ഞങ്ങൾ ലോഞ്ച് ചെയ്തപ്പോൾ താഴെ കമൻറ്റ് ചെയ്ത്, ഇത് നമ്മുടെ യഥാർത്ഥ ഉടമ്പടിയാണോ, ഇത് യഥാർത്ഥ ഉടമ്പടിയുടെ ഫലം ചെയ്യുമോ, ഇതെങ്ങനെ ഇത് വർക്കൗട്ട് ചെയ്യണത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവരോട് സംശയങ്ങൾ പറഞ്ഞു. പക്ഷേ അമ്മ ആ കാലത്ത് പട്ടിണിക്കാലത്ത് തന്ന ഒരു ഭക്ഷണമാണത് അല്ലേ. കോവിഡ് എല്ലാ ധ്യാനകേന്ദ്രങ്ങളും അടച്ചു കഴിഞ്ഞപ്പോഴേ നെക്കിക്കളിയിലാഞ്ഞ കാലത്ത് അമ്മ തന്ന ഒരു സെർവിങ് ഫുഡാണ്. അമ്മ ഫുഡ് സെർവ് ചെയ്ത ഒരു അമ്മ ഭക്ഷണമാണത് ഓൺലൈൻ ഉടമ്പടിയെ. അപ്പോൾ ഇവർ ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. അപ്പോൾ മിനിയുടെ ആ പറച്ചിൽ ഭയങ്കര ഗംഭീരമായത് കൊണ്ട് ഇവർ ഇതെന്താ സംഭവം, കമ്പ്യൂട്ടറെ ഇങ്ങനെ അടിച്ച് കയറ്റണമല്ലേ. അപ്പോൾ കമ്പ്യൂട്ടറെ അടിച്ച് കയറ്റുമ്പോൾ ഭാര്യ പ്രഗ്നൻ്റ് ആകുക. യുക്തിവാദിക്ക് വേണ്ടി അങ്ങനെ ചിന്തിക്കാം. അങ്ങനെ ചിന്തിച്ചാൽ അവർ തെറ്റ് പറയാൻ പറ്റത്തില്ല. കമ്പ്യൂട്ടറെ പേരടിച്ച് കയറ്റിയ ഉടനെ ഭാര്യ പ്രഗ്നൻ്റ് ആകുക. സയൻറ്റിഫിക്കായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ 6 കൊല്ലം കാശ് മുടക്കി ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അവസാനമായിട്ട് കമ്പ്യൂട്ടറെ അടിച്ച് കയറ്റിയെന്ന് പറഞ്ഞ് ഭാര്യ പ്രഗ്നൻ്റ് ആകുക എന്ന് വേണമെങ്കിൽ യുക്തിവാദിക്ക് ചോദിക്കാം. ഇത് യുക്തിയുടെ മേഖലയല്ല, ഇത് വിശ്വാസത്തിൻ്റെ ഒരു മേഖലയാണ്. അത് യുക്തിവാദിക്ക് ഒരിക്കലും 2 ജന്മം കഴിഞ്ഞാലും മനസ്സിലാകത്തില്ല. പക്ഷേ അവൾ 2 ആഴ്ചക്കുള്ളിൽ പ്രഗ്നൻ്റായി. പ്രൈസ് ദി ലോർഡ്. അതാണ് സുധ ഉടനെ പ്രഗ്നൻ്റായി. അപ്പോഴേ അവർക്ക് എങ്ങനെയെങ്കിലും കയറ് പൊട്ടിച്ച് എന്ത് ലോക്ക്ഡൗൺ ആണെങ്കിലും ഇവിടെ വരണമെന്ന് തോന്നി. അങ്ങനെ ഇവർ വന്ന് അവർ തീർത്ഥാടനം ഉടമ്പടിക്കാൻ പറ്റത്തില്ല. അതായത് ഇവിടെ വന്ന് പുറത്തു നിന്ന് പ്രാർത്ഥിച്ചു പോകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെ അകലെ നിന്നൊക്കെ ആൾക്കാർ 100-300 കിലോമീറ്റർ അകലെ നിന്ന് വരും. എന്തിനാണ് വന്നത്? ഇതിൻ്റെ വാതിക്കൽ നോക്കി നിന്നിട്ട് പോകാൻ വന്നതാണ്. ഈ ഉടമ്പടിക്കാലത്ത്, ഈ കോവിഡ് കാലത്ത് മനുഷ്യൻ വിശ്വാസികൾ ജീവിച്ച ഒരു ജീവിതമാണ്. ഞാൻ എപ്പോൾ നോക്കിയാലും 10-50 പേര് അവിടെ നിൽക്കണ കാണാം. ഇങ്ങനെയുള്ള നിപ്പ് ഞാൻ കണ്ടിരിക്കുന്നത് കരയുന്ന മതിലിൻ്റെ അടുത്താണ് നിന്നത്. ഇസ്രയേലിൽ പോയപ്പോഴേ ജെറുസലേം ദേവാലയത്തിന് മതിൽ നിൽക്കുന്നുണ്ട് അവിടെ. ഇപ്പോഴും അവിടെ യഹൂദന്മാരെല്ലാം വെയിലത്ത് കൊച്ചും കുഞ്ഞും 2 വയസ്സ് തൊട്ട് 10-80 വയസ്സ് വരെയുള്ള ആൾക്കാർ കുടുംബസമേതം ഈ മതിലേൽ ഇങ്ങനെ നോക്കി നിന്നുകൊണ്ട് ആടി സങ്കീർത്തനം പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെയാണ് ഈ കോവിഡ് കാലത്ത് ആൾക്കാർ ഇവിടെ നിന്ന് മണിക്കൂറോളം നിന്ന് പ്രാർത്ഥിച്ചത്. അവസാനം പോലീസ് വരുന്ന അവരെ തല്ലി ഓടിച്ച്, അങ്ങനെയൊക്കെ ചരിത്രം ഉണ്ടായിട്ടുണ്ട്. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയെ പോലീസ് വന്ന് അമ്മയുടെ മക്കളെ തല്ലിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അത്രയും ഞാൻ പറഞ്ഞത്. ഞാൻ പോലീസിനെ വിളിച്ച് ചോദിക്കാനൊന്നും പോയില്ല. പക്ഷേ ആ തല്ലിയ പോലീസ് CA തന്നെ 1 മാസം കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് നമ്മളുമായിട്ട് വലിയ ലോക്യവും അടുപ്പമായി പലതരത്തിലുള്ള സഹായങ്ങൾ ചെയ്യാൻ തുടങ്ങി. പിന്നീട് ഞങ്ങൾ, അതാണ് എൻ്റെ അത്. അപ്പം നിങ്ങളെപ്പോഴും ഈ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ മസിൽ ഉപയോഗിക്കാതിരിക്കാൻ മസിൽ പവർ, മരിയൻ പവർ. അപ്പം ഞങ്ങൾ മരിയൻ പവറാണ് ഉപയോഗിക്കണത്. ഇപ്പം എന്തെല്ലാം ട്രോളൊക്കെ ഉണ്ട്, ഞങ്ങൾ വല്ല തിരിച്ച് ട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ നീതീകരിക്കാൻ വരുക. ഒരു പരിപാടിയില്ല. ഇത് ഇപ്പോൾ ചില ട്രോളിൻ്റെ താഴെയൊക്കെ ആൾക്കാർ കമൻറ്റ് ചെയ്യണം, എന്താണ്, പട്ടി കുരച്ചോണ്ടിരിക്കും, രഥം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമെന്ന്. അതാണ്, പട്ടി കുരച്ചോണ്ടിരിക്കും അത് കൃപാസനം അനുഭവിച്ചിട്ടുള്ളവരാണ് തന്നെത്താൻ പറയണതാണ്, തന്നെത്താൻ അടിച്ചു കയറ്റണതാണ് അതിൻ്റെ അകത്ത്. പട്ടി കുരച്ചോണ്ടിരിക്കും, രഥം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അത് കറക്റ്റാണ്. എനിക്ക് കേട്ടപ്പോൾ ചിരി വന്നു പോയി. കാര്യം വെച്ചാൽ നമ്മൾ ആ തിരിച്ച് ട്രോളാനൊന്നും പോകത്തില്ല. ഇത് അമ്മയുടെ ഒരു മിഷനാണ്. ഇത് വിജയത്തിലെത്തിക്കുന്നവരെ, നീതിയെ വിജയത്തിലെത്തിക്കുന്നവരെ ചതഞ്ഞ ഞാങ്കണ ഒടിക്കത്തില്ല, പുകഞ്ഞ തിരി കെടുത്ത് ഇത് മുന്നോട്ട് തന്നെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമോ. അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ജനങ്ങളുടെയൊക്കെ ഒരു വൈബ് നോക്കിയേ. അവരവിടെ വന്നിട്ട് ഏത് കോവിഡ് ആണെങ്കിലും ശരി, പോലീസിൻ്റെ അടി കൊണ്ടായാലും അടഞ്ഞ കൃപാസനം വാതിനകത്തേക്ക് നോക്കി കണ്ണീരിട്ട് നിൽക്കുന്നൊരു മനുഷ്യൻ. അതാണ് ഇതിൻ്റെ ആസ്തി എന്ന് പറയണത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന. യേശുവേ തകർച്ചയുടെ കാലഘട്ടങ്ങളിൽ നീ
നിന്റെ സന്നിധിയിൽ മാത്രം അഭയം പ്രാപിക്കാനുള്ള വലിയ കൃപ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദാനം ചെയ്യണമേ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോഴാ കുഞ്ഞിനെ അവസാനം അവർ പ്രസവിച്ച് കഴിയുമ്പോൾ ആ കുഞ്ഞിന് ഒരു റെസ്പിറേറ്ററി വിഷയം ഉണ്ടാകും, ശ്വാസ തടസ്സങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ ഒരു 3 മാസം കഴിയുമ്പോഴാണ് റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. അതായത് നമ്മളുടെ ജീവിതത്തിലേക്കുണ്ട് മക്കളെ, നിങ്ങളെപ്പോഴും ജീവിതത്തിൻ്റെ സങ്കടങ്ങളെയൊക്കെ അപ്രോച്ച് ചെയ്യേണ്ടത് സഹനത്തിനും സങ്കടത്തിനും ഒരു സുവിശേഷ സമീപനമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, മണി പവർ, മസിൽ പവർ, മരിയം പവർ. അതുപോലെ തന്നെ സമാന്തരമായിട്ടാണ് സഹനത്തിന്, അതുപോലെ തന്നെ ഒക്കെ എല്ലാം ഒരു സുവിശേഷത്തിൻ്റെ സമീപനമുണ്ട്. ഇവർ വളരെ എക്സ്ട്രാ ആയിട്ടുള്ള സഹനങ്ങളിലൂടെ തന്നെയാണ് പോണത്. വളരെ ആറ്റുനോറ്റ് സ്വപ്നം കണ്ട് പ്രസവിച്ച കുഞ്ഞിന് റെസ്പിറേറ്ററി പ്രോബ്ലമാണ്. അപ്പോൾ നിങ്ങൾക്കത് എന്തുമാത്രം മനസ്സിലാവുമെന്നറിയത്തില്ല. ഞാനതിൻ്റെ സത്യാവസ്ഥ പറയാം. അത് ടൈം ഓഫ് ഡിപ്പോസിറ്റാണത്. എന്ന് വെച്ചാൽ നമ്മൾ പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ ഇപ്പം നിങ്ങൾക്ക് സഹനത്തിൻ്റെ സമയമാണെന്ന് വിചാരിച്ചോ. അപ്പോൾ അച്ഛനോട് പറയുമ്പോൾ എന്നോട് നിങ്ങൾ പറഞ്ഞാൽ ഞാനുടനെ നിങ്ങളോട് പറയത്തില്ല. കാരണം നിങ്ങൾ എന്തുമാത്രം ഞാൻ പറയണത് ഉൾക്കൊള്ളാൻ പറ്റുന്ന മാനസികാവസ്ഥയിലാണെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ പലരോടും സൈലൻസാണ് കീപ്പ് ചെയ്യണത്. ഞാനൊരു ബ്ലെസ് ചെയ്ത് ശക്തിപ്പെടുത്തി വിടും, പക്ഷേ ഒന്നും മിണ്ടത്തില്ല. കാര്യം കാലാന്തരത്തിൽ അവർ തന്നെ, കർത്താവ് തന്നെ അവരെ തർജ്ജമ ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരണം. കാര്യം ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അതാ വഴിക്കായിരിക്കും പിന്നെ നിങ്ങൾ ചിന്തിക്കുകയും ഭാരപ്പെടുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഈശോയ്ക്ക് ചില സമയത്ത് ചിലരെ ഏൽപ്പിച്ചു കൊടുക്കും. കാലാന്തരത്തിൽ അവർ കറക്റ്റ് ചെയ്ത് വരും. ഇപ്പോൾ ഇതെന്താ ഈ കുഞ്ഞിന് എന്താ പ്രശ്നം? റെസ്പിറേറ്ററി പ്രോബ്ലമാണ്. ഇപ്പോൾ ഡോക്ടർ വെൻറ്റിലേറ്ററായി ഇപ്പോൾ കൊച്ചു വെൻറ്റിലേറ്ററായെന്ന് എന്നോട് ഞാൻ അറിഞ്ഞാൽ ഞാൻ എന്തായിരിക്കും എൻ്റെ മനസ്സിൽ വിചാരിക്കാൻ പോണത്? ഭാര്യയ്ക്ക് നിന്നും ഭർത്താവിൽ നിന്നും കർത്താവ് പ്രാർത്ഥന സ്വീകരിക്കാൻ തുടങ്ങിയെന്നാണ്. കാര്യം നമ്മൾ ഈ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടിമിന്നൽ പ്രാർത്ഥനയായിരിക്കും മുഴുവനും, അല്ലേ? അതിൻ്റെ അകത്ത് വെള്ളം ചേർക്കാത്ത പാല് പോലുള്ള പ്രാർത്ഥനയാണ്. നാട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴല്ലേ നിങ്ങൾ പ്രാർത്ഥനയെ വെള്ളം ചേർക്കണത്? ഉറങ്ങിയൊക്കെ പ്രാർത്ഥിക്കും, അല്ലേ? പക്ഷെ മക്കൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കണമെങ്കിൽ ഇതുണ്ടല്ല, തനി തങ്കമായിരിക്കും അത്. അപ്പോൾ അവിടേക്ക് ഒന്ന് കറയില്ലാത്ത പ്രയർ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളുടെയൊക്കെ ഈ സഹന സാഹചര്യങ്ങളിൽ എപ്പോഴും ഓർക്കുക, നിങ്ങൾ അപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് അതിജീവന പ്രാർത്ഥനയാണ്, നിലനിൽപ്പിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അത് സത്യസന്ധമായ കറക്റ്റ് പ്രാർത്ഥനയായിരിക്കും. അപ്പോൾ മാത്രമേ അതിജീവന കാലത്ത് മാത്രമേ കറക്റ്റ് പ്രാർത്ഥന വരത്തുള്ളൂ. ബാക്കി നിങ്ങൾ ഒരു 80 കൊല്ലമൊക്കെ ഈ ഭൂമി ജീവിക്കുമായിരിക്കും. പക്ഷേ പകുതി മുക്കാലും വെള്ളത്തേക്കാൾ കൂടുതൽ പാലായിരിക്കും, പാലിനേക്കാൾ കൂടുതൽ വെള്ളമായിരിക്കും പ്രാർത്ഥനയുടെ മുഴുവനും. അങ്ങനെയൊക്കെ വരാം. പക്ഷേ കറക്റ്റ് പ്രാർത്ഥന വരണത് അതിജീവന കാലത്താണ്. അപ്പോൾ അതിജീവന കാലത്ത് ഒരു സ്വർഗസ്ഥനായ പിതാവാണ് ചെല്ലണമെന്നുണ്ടെങ്കിൽ ഓർക്കുക, അത് 916 ആയിരിക്കും മിക്കവാറും പ്രാർത്ഥനയിൽ. ഇവിടേക്കൊന്ന് പ്രാർത്ഥന സ്വീകരിക്കുകയാണ്, കൊച്ചു ഡെസ്പറേറ്റീവാണ്. അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞപ്പോൾ ഡോക്ടർ ഇവരോട് പറയും, പിന്നെ ഈ വെന്റിലേറ്ററിൽ നിന്ന് ഉടനെ ഒന്നും കൊണ്ടുപോകാമെന്ന് വിചാരിക്കരുത് കേട്ടാന്ന് പറയും. ഈ കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് തള്ളക്ക് പാല് കൊടുക്കാനുള്ള കൊതി കൊണ്ടിരിക്കുകയാണ്. ഇത്ര 6 കൊല്ലമായിട്ട് കിട്ടിയ കുഞ്ഞാണ്. അങ്ങനെ കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല. അതൊക്കെ അവളാണെങ്കിൽ ഒരു ശവം പോലെയായി. അപ്പം ആ മനുഷ്യൻ എന്നിട്ട് ഈ കോവിഡ് കാലത്ത് ഇവിടെ വരും, ഭാര്യയെ ആശുപത്രി കിടത്തിയിട്ട് വണ്ടി ഓടിച്ച് ഇവിടെ വരും, ചേട്ടൻ്റെ മോളുമായിട്ട് ഇവിടെ വരും. ഇവിടെ വന്ന് മാതാവിൻ്റെ മുമ്പിൽ നിൽക്കും. അപ്പോഴന്ന് 9 മണിക്കാണ് തുറക്കണത്, കോവിഡ് കാലമല്ലേ. സ്റ്റാഫ് 9 മണിക്ക് വരുമ്പോൾ സ്റ്റാഫിനെ കയറ്റാൻ വേണ്ടി തുറക്കും. എന്നിട്ട് അപ്പോൾ അതിനെ ക്ലോസ് ചെയ്യും. അപ്പോൾ 9 മണിക്കാണ് തുറക്കണത്. ഈ മനുഷ്യൻ വന്നിരിക്കുന്നത് 7 മണിക്കാണ് രാവിലെ. 7 മണി തൊട്ട് 9 മണി വരെ തുറക്കാൻ വേണ്ടി ഇതിൻ്റെ വാതിൽക്ക് നിൽക്കും. അപ്പോൾ ഇയാളുടെ അവസ്ഥ കാണുമ്പോൾ വാച്ച്മാൻ തോന്നും. വാച്ച്മാൻ ഇയാളോട് പറയും, ഇവിടെയൊക്കെ അനുവാദം ഇല്ലെങ്കിൽ കുളിക്ക് കൊടുത്തില്ലെങ്കിൽ പുള്ളി പറയും 15 മിനിറ്റ് തരാം, 15 മിനിറ്റ് കയറി മാതാവിനോട് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇറങ്ങണം. നോക്കി ഒരു 15 മിനിറ്റ്
ഒരു ഉടമ്പടി എടുക്കാതെ മാതാവിനെ കാണാൻ വേണ്ടി വന്ന ആൾക്കാരുടെ ചരിത്രം പറയുകയാണ്. ആ 15:09 തുറന്ന് 9:15 വരെ തുറന്നിട്ട് 15 മീറ്ററിൽ പുള്ളിക്കാരൻ കയറി അകത്ത് വന്ന്. ഇപ്പോൾ അന്ന് ഈ അകത്താരും കയറത്തില്ലേ, അത് കാരണം അകത്ത് വന്ന് മാതാവിനെ കണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ വൈഫിൻ്റെ കാര്യം പറഞ്ഞിട്ട് നേരെ തിരിച്ചു പോകും. തിരിച്ചു പോയി അവർ ചേർത്തലെത്തിയപ്പോൾ തന്നെ ഫോൺ വന്ന് എന്താണ് ഡോക്ടർ പറഞ്ഞ് കുഞ്ഞിനെ റെസ്പിറേറ്ററി സിംറ്റംസ് മാറിയിട്ടുണ്ട്, കുഞ്ഞിനെ വെന്റിലേറ്ററിൽ നിന്ന് റിലീസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഇയാൾ ഇവിടെ ഇരുന്ന് വിറക്കാൻ തുടങ്ങുന്നതിൻ്റെ അകത്ത് കാര്യത്തിലെല്ലാം അയാൾക്കറിയത്തില്ല ഇത്രയും സ്പീഡാണ് കാര്യമെന്ന് അറിയത്തില്ലല്ലോ. അയാൾ ഡോക്ടർ പറഞ്ഞ് കേട്ടിട്ടല്ലേ പോന്നിരിക്കണത്. ഇപ്പോഴെങ്കിലും ഈ മാസത്തിലെങ്കിലും കുഞ്ഞിനെ പുറത്തെടുക്കാൻ പറ്റുകയില്ല. പക്ഷെ പെട്ടെന്ന് ഇവിടെ നിന്ന് തിരിഞ്ഞ് ചേർത്തല വരെ ചെന്നതേ ഉള്ളൂ, അപ്പോൾ തന്നെ ഫോൺ വന്നില്ലേ. അപ്പോൾ ഇയാൾ ദൈവസാന്നിധ്യം അനുഭവിച്ചിട്ടേ അയാൾ പറയണേ ഞാൻ കാറിലിരുന്ന് വിറക്കിയിരുന്നു പറഞ്ഞു. എന്നിട്ട് പിന്നെ പുള്ളി ഈസിയായിട്ടൊരു കാര്യം പറയും. അതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ഇത്രയും വലിയ ദൈവാനുഭവം കിട്ടിയൊരു മനുഷ്യൻ പിന്നീട് അടുത്ത ശ്വാസത്തിൽ ഈസിയായിട്ടൊരു കാര്യം പറയും. എന്താണ്? പിന്നീട് ഞങ്ങളുടെ മകന് കുഞ്ഞുമാലാഖിയായി ഈശോൻ്റെ അടുത്തേക്ക് പോയെന്ന് പറയും. ഞാൻ വാ പൊളിച്ചു. ഇത്രയും എന്നൊക്കെ പിന്നീട് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ മകൻ ഒരു കുഞ്ഞുമാലാഖിയായി ഈശോൻ്റെ അടുത്തേക്ക് പോയി. അത് പറയുമ്പോൾ അവന് അസുഖമായിരുന്നുവെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന വികാര ജ്വലനമൊന്നും അതിനില്ല. അത് സ്വാഭാവികമായി സംഭവിക്കേണ്ട ഒരു കാര്യമായിട്ട് ഈ മനുഷ്യനെ അവതരിപ്പിക്കുന്നതിൻ്റെ കാരണം എന്താണ്? മഹാസങ്കടങ്ങളിലെ ഈ മനുഷ്യന് കിട്ടിയ ആന്തരിക അഭിഷേകമാണ്. കൈയിടിച്ച് കർത്താവേ ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ നമ്മൾ അനിത താമരാക്ഷനെ എന്താ പറഞ്ഞു നിർത്തിയത്? അനിത താമരാക്ഷൻ ഇതേ ഒരു മെൻ്റൽ സ്റ്റേറ്റാണ്. എന്താണ്? അവൾ കുടുംബത്തോടെ ആത്മഹത്യ ചെയ്യുന്നതിന് തീരുമാനിച്ച് സെക്കൻഡുകൾക്കുള്ളിൽ അവൾക്ക് അമ്മ ഒരു ലിങ്ക് കൊടുത്തതാണ് അല്ലേ? കൃപാസനത്തിൽ വരാൻ വേണ്ടി നമ്മൾ മുങ്ങിച്ചാകാൻ പോകുന്നൊരു കയറിട്ട് കൊടുക്കുകയല്ലേ, അതുപോലെ ആ കയറെ പിടിച്ചാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അവളെന്താ പറയണത്? എനിക്ക് വല്ലാത്തൊരു ധൈര്യം തോന്നിയെന്ന്. ആരാണ്? അതാണ് ഈ ഉടമ്പടിയുടെ പ്രത്യേകത. എന്ന് വെച്ചാൽ ഇപ്പോൾ അടൂരത്തെ റോയ് എന്താ പറയണത്? അവൻ 3 മാസം കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞു മാലാഖിയായി ഈശോൻ്റെ അടുത്തേക്ക് പോയി. അത് ലാഘവത്തോടെ അവൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി എന്ത് കണ്ണീരിട്ട് പ്രാർത്ഥിച്ച മനുഷ്യനാണല്ലേ. ഇതിനാണ് ആന്തരിക അഭിഷേകം എന്ന് പറയുന്നത്. ആത്മധൈര്യവും ആന്തരിക അഭിഷേകവും ദൈവത്തിൻ്റെ ഉടമ്പടി പ്രകാരമുള്ള സാന്നിധ്യത്തിൻ്റെ ഉറപ്പിൻ്റെ അടയാളമാണ്. കൈയിടിച്ച് കർത്താവേ ഹല്ലേലൂയ. എന്താണ് നമ്മളിത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നീ ഒരു ദൈവ വാഗ്ദാനം പ്രാപിച്ച് മാനസിക ആശ്വാസങ്ങൾ പ്രാപിക്കുന്ന വരെയുള്ള നിൻ്റെ സമയം ഇൻ ബിറ്റ്വീനില്ലേ, അവിടെ നീ അനുഭവിക്കുന്ന ആന്തരിക സ്വസ്ഥത, ആന്തരിക അഭിഷേകം, ആത്മധൈര്യം, അതെല്ലാം ഉടമ്പടി പ്രകാരം നിൻ്റെ കൂടെ വന്നു കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ദൈവസാന്നിധ്യമായിട്ട് വിവേചിക്കണമെന്നാണ് ഈ പറയണത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ ഭൗതിക ആശ്വാസത്താൽ അനുഗ്രഹിക്കുന്ന വരെയുള്ള ഞങ്ങളുടെ മാനസിക വ്യാപാരങ്ങളെ അതിലനുഭവിക്കുന്ന അങ്ങയുടെ ആന്തരിക സാന്നിധ്യത്തെ വിവേചിക്കാനുള്ള ആന്തരിക നേത്രങ്ങളെ അങ്ങ് പ്രകാശിപ്പിക്കണമേ. ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കണം.